നമസ്കാരം. അവിയലിൽ വഴുതന ചേർക്കുവോ, പുളിക്കായിട്ട് തൈരാണോ അതേ മാങ്ങയാണോ ചേർക്കുന്നത്? കേരളത്തിൽ പല രീതിയിലാണ് അവിയൽ വെക്കുന്നത്. ഈ അടുത്തിടെ സോഷ്യൽ മീഡിയ ഞാനൊരു എഴുത്തിട്ടപ്പോൾ അതിന് അടി വന്ന കമൻസാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അവിയൽ ശരിക്കും വെക്കുമ്പോൾ അത് ഏത് പാചകമായാലും അതിൻ്റെ മസാലക്കൂട്ടിലോ അല്ലെങ്കിൽ അതിൻ്റെ പച്ചക്കറികളിലോ ഒന്നും അല്ല അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അത് വെക്കുന്ന ആളിൻ്റെ ഹൃദയത്തിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. കേരളത്തിൽ ഒരുപാട് അമ്മമാരുണ്ടായിരുന്നു പ്രതിഫലം വാങ്ങാതെ അല്ലെങ്കിൽ പരാതിപ്പെടാതെ ഒരു ജന്മം മുഴുവൻ അടുക്കളയിൽ ഹോമിച്ച അമ്മമാർ. അക്കൂട്ടത്തിലൊരു അമ്മയായിരുന്നു എൻ്റെ അമ്മയും. അമ്മ അടുക്കളയിലെ സാമ്പാറും അവിയലും ഒക്കെ വെക്കുമ്പോൾ അമ്മയുടെ സാരത്തുമ്പിൽ പിടിച്ചിട്ട് ഞാൻ പറ്റിച്ചേർന്ന് നിൽക്കും. പറയാതെ അമ്മയുടെ പാചകത്തിൻ്റെ കൈപുണ്യം, ആ രുചി എൻ്റെ തലച്ചോറിലേക്ക് കയറിയതാവാം, എൻ്റെ ചിന്തയിലേക്ക് കയറിയതാവാം. ഞാൻ പുനഃസൃഷ്ടിക്കുന്നത് ഒരിക്കലും ഈ മസാലക്കൂട്ടിൻ്റെ രുചിയോ അല്ലെങ്കിൽ പച്ചക്കറിക്കൂട്ടിൻ്റെ രുചിയോ ഒന്നുമല്ല. എൻ്റെ ഓർമ്മ ഒരു ഓർമ്മയുടെ രുചിയാണ്, അല്ലെങ്കിൽ ഒരു പാരമ്പര്യത്തിൻ്റെ രുചിയാണ്. പലരും അന്നത്തെ ആ ഒരു എഴുത്തിനടിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അടുക്കളയിലെ പുരുഷന്മാർ കയറി പാചകം ചെയ്താൽ അത്ര രുചിയൊന്നും കാണില്ല, വെറുതെ പാചകം ചെയ്ത് അലങ്കോലപ്പെട്ട് ഇട്ടിട്ട് പോകും, പിന്നെ അത് പെണ്ണുങ്ങൾക്ക് ഇരട്ടി പണിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനീ പറയുന്ന കാര്യം, അടുക്കളയെന്ന് പറഞ്ഞ സ്ത്രീകൾക്കുള്ള സ്ഥലം മാത്രമല്ല, അത് സ്നേഹമുള്ളവരുടെ സ്ഥലമാണ്. അതായത് ഈ നാവ്, നമ്മുടെ ദൈവം സൃഷ്ടിച്ച് നമ്മുടെ നാവിന് രുചി ആണിനും പെണ്ണിനും ഒന്നാണെങ്കിൽ, നമ്മുടെ കൈ, ഒരു ആണിൻ്റെ കൈ കൊണ്ട് വെച്ചാലും പെണ്ണിൻ്റെ കൈ കൊണ്ട് വെച്ചാലും ഒന്ന് മനസ്സ് വയ്ക്കണമെന്ന് മാത്രം, എല്ലാ രുചികളും ഒരുപോലെ ആയിരിക്കും. ടേസ്റ്റ് ഹാസ് നോ ജെൻഡർ. രുചിക്ക് ആൺ പെൺ വ്യത്യാസമില്ല. അത് നമ്മുടെ ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട്, ഒരു അർപ്പണബോധത്തോടുകൂടി നമ്മൾ പാചകം ചെയ്താൽ അതിന് വല്ലാത്ത രുചിയുണ്ടാകും. എൻ്റെ ആൺ സുഹൃത്തുക്കളൊന്ന് ശ്രമിച്ചു നോക്കൂ. നമ്മുടെ അടുക്കളയുടെ അകത്തളങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു സ്ഥലമാക്കിയാൽ ഒരുപാട് പെണ്ണുങ്ങൾക്ക് വിശ്രമിക്കാവുന്നേ.